സന്തോഷം നൽകുന്നു. കാരണം പെൺകുട്ടി ആ ട്രെയിനിൽ ഇനിയും ദൂരങ്ങൾ താണ്ടിയാൽ അതൊരു വിപത്തിലേക്കാണ് നിസ്സംശയം പറയേണ്ടി വരും. അത് വലിയ സന്തോഷം നൽകും. അതിനപ്പുറത്തേക്ക് നമ്മൾ ക്രോഡീകരിച്ചൊരു പൊതുബോധമുണ്ട്. ഏതൊരു മനുഷ്യനാണെങ്കിലും മൂല്യം കൂടിയത് മൂല്യം കുറഞ്ഞതെന്ന് തട്ടുകൾ തിരിക്കാതെ, മനുഷ്യനെ വേർതിരിക്കാതെ, ഏതൊരു മനുഷ്യനും മനുഷ്യനാണെന്ന് കണ്ടുകൊണ്ട് ഒത്തുചേരുന്ന അവരെ കണ്ടെത്തുന്ന ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കണ്ടെത്താൻ നമ്മൾ കൈകോർക്കുന്ന ഒരു പ്രവണതയുണ്ട്, ഒരു പ്രക്രിയയുണ്ട്. അത് കേരള മോഡൽ എന്ന് നമുക്ക് അഭിമാനത്തോടെ പങ്കുവെക്കാം. കാരണം പെൺകുട്ടി ആ ദൃശ്യങ്ങൾ കണ്ട് ഇങ്ങനൊരു പെൺകുട്ടി അവരുടെ ട്രെയിനിലുണ്ടോ എന്ന് നോക്കി ഒരുപാട് മലയാളികളുണ്ട്. അതിനൊപ്പം പ്രവർത്തിച്ച് കേരള പോലീസുണ്ട്. പെൺകുട്ടിയെ കണ്ടെത്താൻ വേണ്ടി ഈ ദൃശ്യങ്ങൾ വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും വഴി അവർക്ക് പറ്റുന്ന സമൂഹ മാധ്യമങ്ങളിലൂടെയെല്ലാം പ്രചരിപ്പിച്ചവരുണ്ട്. അപ്പോഴെല്ലാം ഈ 13-കാരിയെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിനപ്പുറത്തേക്ക് നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അലക്സ് മുഹമ്മദ് ഒന്നുകൂടി നമ്മോടൊപ്പം ചെയ്യുന്നു. അലക്സ്, പെൺകുട്ടിയെ കണ്ടെത്തുന്ന ആശ്വാസവാർത്ത വരുമ്പോൾ ഇനി ദൂരങ്ങൾ ഭയപ്പാടോട് താണ്ടി ദൂരങ്ങൾ ആശ്വാസത്തോടെ കേരളത്തിലേക്ക് ഈ പെൺകുട്ടിക്ക് താണ്ടേണ്ടതുണ്ട്. എങ്ങനെയായിരിക്കും പെൺകുട്ടിയുടെ തിരിച്ചു വരവ്? മാതാപിതാക്കൾ നാളെയോടുകൂടി അവിടെ എത്തുമോ? കേരള പോലീസ് സംഘം അവിടെ എപ്പോഴേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? സുഹൈൽ, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതായത് അടുത്ത മണിക്കൂറുകളിൽ തന്നെ കേരള പോലീസിൻ്റെ സംഘം, അത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ആ സംഘത്തിലുണ്ടാകും. അവർ ഈ വിശാഖപട്ടണത്തേക്ക് എത്തും. ഒപ്പം മാതാപിതാക്കളും ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നിലവിൽ RPFൻ്റെ സംരക്ഷണയിലുള്ള കുട്ടി അവർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറും. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലായിരിക്കും അടുത്ത മണിക്കൂറുകളിൽ കുട്ടി ഉണ്ടാവുക. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്നായിരിക്കും കുട്ടിയെ മാതാപിതാക്കൾക്ക് നൽകുക. അതിന് ചില നിയമപരമായ നടപടികൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന് പോലീസിൻ്റെ സാന്നിധ്യം, കേരള പോലീസിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു കാര്യങ്ങൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അടുത്ത മണിക്കൂറുകൾ വിശദീകരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്താണെങ്കിലും അടുത്ത മണിക്കൂറുകൾ തന്നെ ഇവർ വിശാഖപട്ടണത്തേക്ക് പോകുന്നുള്ള നടപടികൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ തന്നെ കുട്ടിയെ 13-കാരിയെ മാതാപിതാക്കൾ നേരിട്ട് കാണും. അതായത് അവരുടെ കൈവശം കുട്ടി എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും സന്തോഷകരമായ കാര്യമാണിത്. നേരത്തെ പറഞ്ഞതുപോലെ നിരവധിയായ ആളുകളെ കേരള പോലീസിനെ ഈ ഘട്ടത്തിൽ ഓർക്കുന്നുണ്ട്. ഒപ്പം മാധ്യമപ്രവർത്തകരെ ഓർക്കുന്നുണ്ട്. ഈ വാർത്ത ഇന്നലെ റിപ്പോർട്ട് ചെയ്ത ആ സമയം മുതൽ ഈ നിമിഷം വരെ ഇതിൻ്റെ പിന്നാലെ ഓടി 24 സഹപ്രവർത്തകരെ ഓർക്കുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റു മാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകരെല്ലാം സമാനമായി തന്നെ ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ ഈ രാപ്പകലില്ലാതെ അവർ അധ്വാനിക്കുകയായിരുന്നു. അവരും സമാനമായ അന്വേഷണം അവരുടെ ഭാഗത്തു നിന്ന് നടത്തുകയായിരുന്നു. ബബിതയുടെ ഇടപെടൽ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഈ സംശയം തോന്നി 24 വാർത്ത കണ്ട് സംശയം തോന്നിയ ബബിത പുലർച്ചെ ACPയെ വിളിച്ച് ഈ വിവരം അറിയിക്കുന്നു. ആ ബബിത എടുത്ത ആ ചിത്രം, അതായത് കുട്ടി ഇന്നലെ ഈ ഐലൻഡ് എക്സ്പ്രസ്സിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ചിത്രമാണ് വഴിത്തിരിവാകുന്നത്. ആ ചിത്രത്തിൽ നിന്നാണ് കുട്ടിയുടെ സഞ്ചാരപാതയെ സംബന്ധിച്ച ഒരു അനുമാനം കേരള പോലീസിനുണ്ടാകുന്നത്. അങ്ങനെയാണ് ആ അനുമാനം സാധൂകരിക്കുന്ന CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങൾ പരമാവധി ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീട് കണ്ടത്. കുട്ടി ചെന്നൈയിലെത്തി എന്ന വിവരം സ്ഥിരീകരിക്കുന്നത് ഏതാണ്ട് 6:30-6:45 മണിയോടുകൂടിയാണ്. അത് കഴിഞ്ഞുള്ള നീക്കമായിരുന്നു ഈ പറഞ്ഞതുപോലെ ഗുവാഹത്തിയിലേക്ക്, ആസാമിലേക്കാണോ ബാംഗ്ലൂരിലേക്കാണോ, അതല്ല എങ്കിൽ മറ്റ് എവിടെയെങ്കിലേക്കുമായിരിക്കുമോ കുട്ടി പോയത് എന്നുള്ള ചിന്ത. അവിടെ നിന്നാണ് നേരത്തെ പറഞ്ഞൊരു ആലോചന ഉണ്ടായത്. അതിന് സഹായിച്ചത് ഈ വിശാഖപട്ടണം വഴി കടന്നു പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അതിന് സഹായിച്ചത് വിശാഖപട്ടണത്തുള്ള മലയാളികളായിരുന്നു. ഒരു ശ്രമം നടത്തുക എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അവരോട് ആവർത്തിച്ച് ഞാൻ പറയുന്നുണ്ടായിരുന്നു. കാരണം അവരവിടെ എത്തി ആ കുട്ടി അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ ആ മനുഷ്യരുടെ സമയം നഷ്ടപ്പെടുത്തി എന്നൊരു കുറ്റബോധം എനിക്ക് തന്നെയുണ്ട്. അതുകൊണ്ട് ഹരിദാസ് ചേട്ടനോട് ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, ചേട്ടാ അതൊരു ഹിൻ്റാണ്, ഒരു ക്ലൂ ആണ്, അത് കൺഫർമേഷൻ അല്ല, ഒന്ന് ശ്രമിച്ചു നോക്കൂ. താമ്പരം എക്സ്പ്രസ് ആണ് ആദ്യം വരുന്നത്. 22-842 എന്ന ട്രെയിൻ നമ്പർ, ആ വണ്ടിയാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ ഈ അരുണോദയയുടെ കാര്യം, അരുണ എക്സ്പ്രസിൻ്റെ കാര്യം പറയുന്നത്, ഈ ഗുവാഹട്ടിയിലേക്കുള്ള ട്രെയിനിൻ്റെ കാര്യം പറയുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ 2 ട്രെയിനും ഏറെക്കുറെ ഒരേ സമയത്തായിരിക്കും വരുന്നത്. ഞങ്ങൾ എന്തായാലും ഇവിടെയുണ്ട്, ഞങ്ങളത് പരിശോധിക്കും. RPFനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ RPFന് കേരള പോലീസിൻ്റെ കൂടി ഒരു നിർദ്ദേശം ലഭിച്ചാൽ അവരുടെ കൂടി ഒരു തിരച്ചിലുണ്ടാകും, അത് കൂടുതൽ ശക്തി പകരും എന്നൊരു നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയത്. പക്ഷേ ആ മനുഷ്യർ അപ്പോഴും അവിടെ നിന്നു. അവർ ആ കുട്ടിയെ കണ്ടെത്തി സുരക്ഷിത കരങ്ങളിലേക്ക്, RPFൻ്റെ കൈകളിലേക്ക് അവർ കുട്ടിയെ കൈമാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഏതാണ്ട് 36-ാം മണിക്കൂറിൽ കുട്ടിയെ മിസ്സായി, കുട്ടിയെ കാണാതായി. 36-ാം മണിക്കൂറിൽ തസ്മിത്തിനെ RPFൻ്റെ കൈകളിലേക്ക് കൈമാറുന്നു. അതായത് അവരുടെ മാതാപിതാക്കളുടെ കൈകളിലേക്ക് കൈമാറുന്ന അതേ ഭാവത്തോടു കൂടെ തന്നെ RPFൻ്റെ കയ്യിലേക്ക് മലയാളികൾ കൈമാറുന്നു. മലയാളികളുടെ ഒന്നടങ്കമുള്ള ഒരു ഇടപെടൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അത് ഷഫീദും സൂചിപ്പിച്ചതാണ്. ഇത്ര അടക്കമുള്ള ഒരു വലിയ സന്നാഹം അതിരാവിലെ മുതൽ കന്യാകുമാരി, നാഗർകോവിൽ തുടങ്ങി ഈ മേഖലയിൽ ആകെ ഇങ്ങനെ ഈ തിരച്ചിലിൻ്റെ ഭാഗമാകുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. അവിടെ ആളുകൾ ആവർത്തിച്ച് ചോദിക്കുന്ന കാര്യമുണ്ട്, ഈ കുട്ടി അവിടെ ഏതെങ്കിലും VIP യുടെ
കുഞ്ഞാണോ എന്ന് ചോദിച്ചൊരു കാര്യമുണ്ട്. പക്ഷേ ആ കുട്ടി VIP-യുടെ കുഞ്ഞല്ല, ഞങ്ങളുടെ നാട്ടിലേക്ക് അതിഥിയായി എത്തിയ കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ഇവിടെ തൊഴിലെടുക്കാൻ വന്നതാണ്. ഞങ്ങളിലൊരാളായ ആ കുഞ്ഞിനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതൊരു കുഞ്ഞാണ്, ഞങ്ങൾ കുഞ്ഞായി തന്നെ സ്നേഹിക്കുന്നു. അതിനെ എങ്ങനെയും കണ്ടെത്തി തരേണ്ട ഉത്തരവാദിത്വം, ബാധ്യത ഞങ്ങൾക്കുണ്ട്. ആ ബോധത്തോടു കൂടിയാണ് മലയാളികൾ ഒന്നടങ്കം ഇന്നലെ കഴക്കൂട്ടത്തുള്ള പ്രദേശവാസികൾ ഈ വാർത്ത പുറത്തു വന്ന സമയം മുതൽ ആ വീടിന് ചുറ്റും നിൽക്കുന്നവരെ നമ്മൾ കണ്ടതാണ്. ആ മനുഷ്യരോടക്കമുള്ള ഇടപെടൽ, അതിൽ ജനപ്രതിനിധികളുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഒരു ഇടപെടൽ, അത് മലയാളികളുടെ മുഴുവൻ ഒരു ടീം സ്പിരിറ്റിൻ്റെയും മലയാളികളുടെ മുഴുവൻ ഒരു ഇടപെടലിൻ്റെ ഭാഗമായി ആ കുഞ്ഞിനെ തിരിച്ചെത്തിച്ചിരിക്കുന്നു. ഒരു വലിയ വിപത്തിൽ നിന്ന്, നേരത്തെ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്തുള്ള കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന വനിതകൾ അവരുടെ കുഞ്ഞാണെന്ന് അവകാശപ്പെട്ടു. പക്ഷേ ട്രെയിൻ ടിക്കറ്റ് ചോദിച്ചപ്പോൾ മാത്രമാണ് അവർ അതിൽ നിന്ന് അയയുന്നതും ഈ പറഞ്ഞ മലയാളി സമാജത്തിലെ പ്രവർത്തകർക്ക് ആ കുഞ്ഞിനെ റിലീസ് ചെയ്യാൻ സാധിക്കുന്നതും. ആ കുഞ്ഞ് ആ കുഞ്ഞ് കൊൽക്കത്തയിലേക്ക് പോയിരുന്നെങ്കിലുള്ള സ്ഥിതി നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. ഈ കൊണ്ടുപോകുന്ന സംഘം അത് ആ കുഞ്ഞിനെ ഏതു തരത്തിൽ ദുരുപയോഗിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാനേ വയ്യ. അവിടെയാണ് ആ പ്രസക്തി, അല്ലെങ്കിൽ അത് എത്രത്തോളം വിലമതിക്കാനാകാത്തതാണ് ഇടപെടൽ, മലയാളി സമാജ പ്രവർത്തകരുടെ ഇടപെടൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ അങ്ങേയറ്റം ആത്മാഭിമാനം ഈ സമയത്തുണ്ട് എന്നുള്ളത് പങ്കുവയ്ക്കുന്നു സുഹൈൽ. എന്താണെങ്കിലും നാളെ തസ്മിത്തിനെ മാതാപിതാക്കളുടെ കയ്യിലേക്ക് എത്തും. മാതാപിതാക്കൾക്ക് തസ്മിത്തിനെ കാണാനാകും, തസ്മിത്തിനെ അടുത്ത് കൊഞ്ചിക്കാനാകും. അവളുടെ കുഞ്ഞു കുസൃതികൾ അത് കുസൃതിയായി കണ്ടു തന്നെ അവളോട് ക്ഷമിക്കാനാകും. തിരിച്ചും അതുപോലെ തന്നെ ചെറിയ ശകാരങ്ങൾ ഉണ്ടാകുമെങ്കിലും അതും അവർക്ക് പൊറുക്കാനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും ആ സ്നേഹം അത് നാളെ അവർ പരസ്പരം കാണുന്നതോടുകൂടി അത് മലയാളികൾക്കും കാണാനാകും എന്നുള്ളതാണ് സന്തോഷത്തോടു കൂടി ഈ സമയത്ത് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. സുഹൈൽ. അലക്സ്, ഇപ്പോഴും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രേക്ഷകൻ പ്രതികരിച്ചിരിക്കുന്നു, ഇത് 24-ന്റെ മാത്രം ക്രെഡിറ്റ് അല്ല എന്ന്. ദയവായി പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. ഈ കുഞ്ഞിനെ തിരിച്ചു കിട്ടുക, ആ കുഞ്ഞിനെ സുരക്ഷിതമായി ഏൽപ്പിക്കുക എന്നതിനപ്പുറത്തുള്ള ഒരു ക്രെഡിറ്റും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. അതിലാകെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് എന്ന നിലയിൽ മാത്രം അലക്ഷറ മുഹമ്മദ് നടത്തിയ ഒരു നീക്കം, ഈ കുഞ്ഞിനെ 24 ഇടപെട്ടില്ലായിരുന്നെങ്കിൽ കണ്ടുപിടിക്കില്ലായിരുന്നു എന്ന ചോദ്യമൊക്കെ വളരെ അപ്രസക്തമാണ്. അലക്സ് നടത്തിയ ഇടപെടൽ അത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്, ആ കുഞ്ഞിനെ ഇന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിലിരുന്ന ഏതോ സ്ത്രീകളുടെ ഒരു സംഘം അത് അവരുടെ കുഞ്ഞാണെന്ന് അവകാശവാദം ഉന്നയിച്ച് തർക്കിക്കാൻ എത്തിയപ്പോൾ ആ സംഘത്തിൻ്റെ പിടിയിൽ ഈ കുഞ്ഞ് വീഴുപോകുമായിരുന്നു. അങ്ങനെയെങ്കിൽ അതൊരു അപകടക്കിണിയായി മാറുമായിരുന്നു. ആ അപകടത്തിൽ നിന്ന്, ആ വലിയ അപകടത്തിൽ നിന്നാണ് നമ്മുടെ ഇടപെടൽ ഈ കുഞ്ഞിനെ രക്ഷിച്ചിരിക്കുന്നത്. അത് ഏതെങ്കിലും ആളുകളോടുള്ള വെല്ലുവിളിയല്ല, ഏതെങ്കിലും ഒരു വ്യർത്ഥമായ അവകാശവാദമല്ല, അതൊരു ക്രെഡിറ്റ് എടുക്കലുമല്ല. അത് മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പോലീസ് നടത്തിയ തിരച്ചിൽ പോലെ, അവർ ഉറക്കമിളച്ച് നടത്തിയ തിരച്ചിൽ പോലെ, RPF സംഘങ്ങൾ അവരുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി നടത്തിയ ഇടപെടൽ പോലെ മാധ്യമപ്രവർത്തകർ എന്ന നിലയിലുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ നിറവേറ്റിയത്. അതൊരു സാമൂഹിക വിഷയത്തിലുള്ള ഇടപെടലായി നമ്മൾ അതിനെ കാണണം. അത്തരം ഇടപെടലുകൾ ഫലം കണ്ടു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അലക്സ് നടത്തിയ നീക്കം നമുക്ക് ഏറെ ഗുണകരമായി മാറിയിരിക്കുന്നത്. അങ്ങനെയാണ് ആ കുഞ്ഞിനെ വലിയൊരു അപകടത്തിൻ്റെ കെണിയിൽ നിന്ന് നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞത്. ആരാണ് തൊട്ടടുത്ത ബോഗിയിൽ ഉണ്ടായിരുന്ന വനിതകളുടെ സംഘം, ആ സ്ത്രീകളുടെ സംഘം, എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? എന്തിനാണ് അവരുടേതല്ലാത്ത കുഞ്ഞിനെ ഇത് ഞങ്ങളുടെ കുഞ്ഞാണെന്ന അവകാശവാദം ഉന്നയിച്ചവർ വന്നത്? എന്ത് ആസൂത്രണമാണ് അതിന് പിന്നിലുണ്ടായിരുന്നത്? ഏത് കള്ളസംഘമായിരുന്നു ആ കൂട്ടം എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇപ്പോൾ നമുക്ക് ഈ കുഞ്ഞിനെ തിരികെ കിട്ടുമ്പോൾ നടുക്കത്തോടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നതിലുള്ള അഭിമാനം തീർച്ചയായും ഒരു മാധ്യമം എന്ന നിലയിൽ 24-നുണ്ട്. ആ അഭിമാനം പ്രേക്ഷകർ, ഈ ലോകത്തെ മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ ആ അഭിമാനം ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നിങ്ങൾ നൽകിയ പിന്തുണയും സ്നേഹവുമാണ് 24-ന് ഈ തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ കരുത്തും സഹായവുമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അലക്ഷറ മുഹമ്മദിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ നടത്തുന്ന ഇടപെടലുകൾ വിലമതിക്കാനാകാത്തതാണ്. മലയാളി സമാജം പ്രവർത്തകർ നടത്തിയ അവസരോചിതമായ ഇടപെടലുകൾ വിലമതിക്കാനാകാത്തതാണ്. RPF സംഘവും കേരള പോലീസും ഒക്കെ ഊണും ഉറക്കവും ഒഴിഞ്ഞ് നടത്തിയ തിരച്ചിലുകൾ വിലമതിക്കാനാകാത്തതാണ്. സ്വന്തം കുഞ്ഞെന്ന പോലെ മലയാളി പൊതുസമൂഹം മുഴുവൻ ഈ കഴിഞ്ഞ മണിക്കൂറിൽ ആശങ്കയോടുകൂടി കുഞ്ഞിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരുന്ന ആ കാത്തിരിപ്പ് വിലമതിക്കാനാകാത്തതാണ്. അങ്ങനെ ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്. ആ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ പ്രേക്ഷകർ 24-നെ സ്വീകരിച്ചാൽ മതി. അപ്പോഴും ഞങ്ങൾക്ക് ഇതിൽ ഇടപെടൽ നടത്താൻ കഴിഞ്ഞു എന്നതിൻ്റെ അഭിമാനം ഞങ്ങൾ 24 പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. സുഹൈൽ.
തീർച്ചയായും 24 ഇടപെട്ടില്ലെങ്കിൽ തസ്മിത്തിനെ കണ്ടെത്താനാകുമെന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കാരണം നമ്മൾ പോലീസിനെ RPF കവച്ചു വെക്കുകയല്ല, പക്ഷേ അവരോടൊപ്പം ചേർന്ന് നമ്മുടേതായ ഒരു ഔട്ട്പുട്ട് നൽകുകയാണ്. ആ ഔട്ട്പുട്ട് ഫലം കാണുന്നു എന്നതിനാണ്. ഇതിലൊരു ക്രെഡിറ്റ് എടുക്കലിനപ്പുറത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവളെ നമുക്ക് രക്ഷിക്കാനായി എന്നതിൻ്റെ ആശ്വാസം മാത്രമാണ്. അതിൽ കുറച്ചുകൂടി വേഗം കൈവരിക്കാൻ അലക്സ് റാം മുഹമ്മദ് ഇടപെടലിന് സഹായകരമായി എന്നത് തന്നെയാണ് നമ്മുടെ ചാരിതാർത്ഥ്യം. അല്ലായിരുന്നെങ്കിൽ മറിച്ചായിരുന്നെങ്കിൽ നമ്മൾ ഊഹിക്കാവുന്നതിന് അപ്പുറത്തേക്ക് ഒരു വിപത്തായിരുന്നു. തസ്മിത്ത് ഒറ്റയ്ക്കാണ് ആ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നെങ്കിൽ ഇത്രത്തോളം നമുക്ക് ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ നമ്മൾ കണ്ടതാണ് മലയാളം സമാജം പ്രവർത്തകർ എത്തുമ്പോൾ ഒരു കൂട്ടം സ്ത്രീകൾ അവരുടെ മകളാണെന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് തർക്കിക്കാനുണ്ടായിരുന്നു. ആരായിരുന്നു ഇവർ, ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? എന്തായാലും സതുദ്ദേശമല്ലെന്ന് നിസ്സംശയം പറയാനാകും. അതുതന്നെയാണ് ഈ രക്ഷപ്പെടുത്തലിൻ്റെ, ഈ സംരക്ഷണത്തിൻ്റെ, ഈ മോചിപ്പിക്കലിൻ്റെ അല്ലെങ്കിൽ ഈ കണ്ടെത്തലിൻ്റെ ഏറ്റവും ആശ്വാസകരമായ നിമിഷം. മറിച്ചായിരുന്നെങ്കിൽ നമ്മൾ കണ്ടതാണ് ആലുവയിൽ സംഭവിച്ചത്. അത്തരത്തിലുള്ള ആ ഒരു വാർത്തയുടെ വേദന മലയാളിക്കരയ്ക്ക് മാറുന്നില്ല. അതിനു മുമ്പ് മറിച്ചൊന്നും സംഭവിക്കാതിരുന്നത് തന്നെയാണ് ഈ ഘട്ടത്തിലെ, ഈ സമയത്തിലെ ഏറ്റവും ആശ്വാസകരമായ വാർത്ത. അതുകൊണ്ട് തന്നെ ഒരു ക്രെഡിറ്റ് എടുക്കലിനപ്പുറം നമ്മുടെ ഒരു കേരള പൊതുസമൂഹം ഒരു പൊതുബോധത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നതിൻ്റെ ഉദാത്തമായ ഒരു മാതൃക കൂടിയാണ്. പലപ്പോഴും ആ ട്രെയിനിൽ യാത്ര ചെയ്തവരിൽ നമ്മൾ ഉണ്ടാകില്ല, പക്ഷേ യാത്ര ചെയ്തവരില്ലായിരുന്നെങ്കിലും ഈ ദൃശ്യങ്ങൾ, നമ്മൾ നൽകിയ കാർഡുകൾ, അത് സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിച്ച് ആരെങ്കിലും അവരുടെ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു സാധ്യത കൂടി തേടുന്ന ഒരു പൊതുബോധം നമ്മൾ കണ്ടു. ഇത് ആദ്യത്തെ സംഭവമല്ല. നിരന്തരമായ മലയാളികൾ ആ പൊതുബോധം, മലയാളികൾ എന്തെന്ന് ഇത്തരത്തിൽ സംഭവങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണമെന്നതിൻ്റെയൊക്കെ ഉദാത്ത മാതൃക വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ മലയാളം സമാജം പ്രവർത്തകർ പല ജോലിയിലുള്ളവരാണ്. അവർ ആ ജോലിയൊക്കെ കളഞ്ഞ് ആ സമയത്ത് ഏകദേശം 1.5 മണിക്കൂർ വൈകിയാണ് ട്രെയിൻ എത്തുന്നത്. എന്നിട്ടും അവിടെ കാത്തിരുന്ന് അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിൽ പരിശോധന നടത്തണമെങ്കിൽ അത്രയും ക്രൗഡഡായ ഒരുപാട് ആളുകളുടെ ഇടമാണ്. അവിടെ സ്വന്തം കുഞ്ഞിനെന്ന പോലെ അവർ പരിശോധിക്കുമ്പോൾ, തിരയുമ്പോൾ അതിവിടെയല്ലാതെ മറ്റെവിടെയുണ്ടെന്ന് നമുക്ക് നിസ്സംശയം ചോദിക്കേണ്ടി വരും. ആ തെരച്ചിലിന് പിന്നീട് കുട്ടിയെ കണ്ടെത്തുന്നു. കുട്ടിയെ കണ്ടെത്തി RPF നൽകുന്നു. അപ്പോൾ RPF സ്വാഭാവികമായും റെയിൽവേയിൽ നിന്ന് ഇത്തരം വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കാണാതായി എന്ന വിവരം, അപ്പോൾ ആ കുട്ടി RPF കസ്റ്റഡിയിലെടുക്കുന്നു. അതായത് മലയാളം സമാജം പ്രവർത്തകർ അന്വേഷിക്കുന്ന ഘട്ടത്തിൽ തന്നെ RPF ഇത് സംബന്ധിച്ച് വിവരമുണ്ടായിരുന്നു. അവർ അവരുടേതായ രീതിയിൽ ചെറിയ തിരച്ചിൽ നടത്തുന്നു. പക്ഷേ കാര്യക്ഷമമായ തിരച്ചിൽ നടന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മലയാളം സമാജം പ്രവർത്തകർ തന്നെയാണ് അലക്സ് റാം മുഹമ്മദ് വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഈ 13-കാരിയെ കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും ആശ്വാസകരമായ വാർത്ത. ഇനി നമുക്കറിയാനുള്ളത് ഈ പെൺകുട്ടീനെ എപ്പോൾ കേരളത്തിലേക്ക് തിരികെ വരുമെന്നാണ്. 1 മാസം മുമ്പ് മാത്രമാണ് അസമിൽ നിന്ന് മാതാപിതാക്കളോടൊപ്പം ഇവിടെ കേരളത്തിലെത്തിയത്. ആ 1 മാസത്തിനുള്ളിൽ തന്നെ ഈ പെൺകുട്ടി ഇപ്പോൾ ഇങ്ങനെ ഒരു ശകാരത്തിൻ്റെ പേരിൽ പ്രകോപിതയായി വീട് വിട്ടിറങ്ങുകയായിരുന്നു. തീ തിന്ന ഒരു 36 മണിക്കൂറുകൾക്കിടയിൽ ഇന്ന് ഈ ദിവസം കഴിയുമ്പോൾ ഒരു ആശ്വാസത്തിൻ്റെ മണിക്കൂറായി മാറുന്നു എന്നത് നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. മറിച്ചായിരുന്നെങ്കിൽ നമ്മൾ നാളെ വാർത്താ പകലിലും തസ്മിത്തിനായുള്ള അന്വേഷണം, തസ്മിത്ത് എവിടെയെന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് ആകുലതയോട് മണിക്കൂറുകൾ തള്ളി നീക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ ആ ആകുലതകളിലേക്ക് നമ്മൾക്ക് എത്തേണ്ടി വന്നില്ല. അതിന് മുമ്പേ ആ സന്തോഷ വാർത്ത, ആശ്വാസ വാർത്ത വന്നിരിക്കുന്നു. നാളെ ഈ RPF കസ്റ്റഡിയിലുള്ള തസ്മീത്തിനെ കാണാൻ അവരുടെ മാതാപിതാക്കൾ വിശാഖപട്ടണത്തിലേക്ക് എത്തും. വിശാഖപട്ടണത്ത് സ്വാഭാവികമായും ചില പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം തസ്മീത്തിനെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കും. ആ ചെറിയ കുസൃതിക്ക് ആ വീട്ടുകാർ മാപ്പ് നൽകും. ഇത്തരത്തിൽ ശകാരങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ, അതിനപ്പുറത്തേക്ക് ഒരു മാനസിക കരുത്തുണ്ടാകട്ടെ. 13-കാരി ഒരു 36 മണിക്കൂർ കേരളക്കരയെ തീറ്റിച്ചെങ്കിലും ആശ്വാസ തീരത്തേക്ക് എത്തിച്ചുകൊണ്ട് ഈ ദിനം അവസാനിക്കുന്നു എന്ന ആശ്വാസത്തിൽ നമ്മൾക്ക് സന്തോഷിക്കാം. അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾ എങ്ങനെ ഇടപെടണം എന്നതിൻ്റെ ഒരു ഉദാത്ത മാതൃക മുന്നോട്ട് വെച്ചതിൻ്റെ ചാരിതാർത്ഥ്യം കൂടി 24-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും.